ഹലോ ഫ്രണ്ട്സ്, ടെക്നോ ഫസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐറ്റൽ പുതുതായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ ഫോണായ ഐറ്റൽ പവർ 70 പറ്റിയാണ്. ഇത് ഇന്നിറങ്ങിയിരിക്കുന്ന ഫോണുകളിൽ വെച്ച് നോക്കിയാൽ പുതിയൊരു ആശയവും പുതിയൊരു സാങ്കേതിക വിദ്യയോടുകൂടി ഇറക്കിയിരിക്കുന്ന ഒരു ഫോണാണ്. അത് ഞാൻ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ വിശദീകരിക്കാം. ഈ ഫോണിന്റെ എടുത്തു പറയാവുന്ന ഒന്നാമത്തെ പ്രത്യേകത, ഇത് IP54 വാട്ടർ റെസിസ്റ്റന്റ് ഫോണാണ്. എന്ന് വെച്ചാൽ സ്പ്ലാഷോ റെയിനി ഡേയ്സിലോ നമുക്ക് ധൈര്യമായിട്ട് ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. കൂടാതെ IP54 ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. അതിനർത്ഥം ഡസ്റ്റ് പാർട്ടിക്കിൾസോ അഴുക്കോ പൊടിയൊക്കെ ഉണ്ടെങ്കിലും സാൻഡിൽ വീണാലും കാര്യമായ കുഴപ്പങ്ങളില്ലാതെ നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. അതും കൂടാതെ ഇത് ഡ്രോപ്പ് റെസിസ്റ്റന്റ് ഫോണാണ്. നമ്മുടെ കയ്യിൽ നിന്നോ താഴേക്ക് വീണ് പൊട്ടിച്ചെതറി പോകുന്ന ഡാമേജ് ആകുന്ന പ്രശ്നം ഈ ഫോണിനില്ല. അതുകൊണ്ട് തന്നെ ഡ്രോപ്പ് റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. അടുത്തൊരു പ്രത്യേകത പറയാവുന്നത്, വെറ്റ് ആൻഡ് ഓയിലി ഫ്രീ ടച്ച് സ്ക്രീനാണ് ഈ ഫോണിനുള്ളത്. വെറ്റ എന്നാലും ഓയിലി ഉണ്ടെങ്കിൽ നമുക്ക് ടച്ച് സ്ക്രീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി മറ്റ് വിശേഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാസീവായ മെമ്മറിയാണ്, സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് ഈ ഫോണിന് വരുന്നത്. 256 GB മെമ്മറി വരുന്നുണ്ട്. കൂടാതെ 8 GB റാമിനോടൊപ്പം 8 GB വെർച്വൽ റാമും വരുന്നുണ്ട്. അങ്ങനെ 16 GB റാം സൗകര്യം ഈ ഫോണിനുണ്ട്. ഈ ഫോണിന്റെ ചിപ്സെറ്റ് വരുന്നത് സ്പീഡ് മാസ്റ്ററായ മികച്ച മീഡിയാടെക് ഹീലിയോ G50 അൾട്ടിമേറ്റ് പ്രോസസ്സറാണ്. ലൈറ്റ്നിങ് സ്പീഡാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ തന്നെയാണ് മീഡിയാടെക് ഹീലിയോ G50 അൾട്ടിമേറ്റ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.67 HD+ സൺലൈറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് 700 നിറ്റ്സ് വരെ വരുന്നുണ്ട്. ക്ലിയർ ആയ മികച്ച നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിന് വരുന്നത്. കൂടാതെ 120 Hz റീഫ്രഷ് റേറ്റും ഈ ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഡിസ്പ്ലേക്ക് സാംസങ് ഫോണിന്റെ പോലെ തന്നെ ഒരു ഡൈനാമിക് ബാർ ഫ്രണ്ട് ക്യാമറയുടെ സൈഡ് ചേർന്ന് വരുന്നുണ്ട്. ഈ ബാറിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് ലഭിക്കും. ഈ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ഐറ്റലിന് തന്നെ OS 14.5 ആണ് ഈ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കൊടുത്തിരിക്കുന്നത്. മറ്റു ചില പ്രത്യേകതകൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, ഫിംഗർ പ്രിന്റ് അൺലോക്ക് ഉണ്ട്. അതുകൂടാതെ ഡുവൽ ആപ്പ് ഫെസിലിറ്റി ഈ ഫോണിന് കൊടുത്തിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ലോഗ് ചെയ്ത് ഉപയോഗിക്കുവാൻ ഈ ഫോണിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് 2 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഉണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയോ ഉപയോഗിക്കുവാനോ മൾട്ടിപ്പിൾ അക്കൗണ്ട് സിമുലേഷനിൽ ഉപയോഗിക്കുവാനുള്ള സൗകര്യം ഈ ഫോണിലുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യമാണ്, കമ്പനി ഐറ്റൽ എടുത്തു പറയുന്ന ഏറ്റവും പുതിയ പയനിയറിംഗ് ആയിട്ടുള്ള പുതിയൊരു ബാറ്ററി ബാക്കപ്പ് സംവിധാനം ഈ ഫോണിൽ കൊടുത്തിരിക്കുകയാണ്. 6000 mAh മികച്ച ബിഗ് ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. അതുകൂടാതെ 4000 mAh ചാർജിങ് കേസ് കൂടി വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 161000 mAh ബാറ്ററി നമുക്ക് ഈ ഫോണിൽ ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ചാർജിങ് കേസോട് കൂടിയാണ് ഈ ഫോൺ ഇപ്പോൾ ലോഞ്ചിങ് ആയിട്ട് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 6000 mAh ഫോണിന്റെ ബാറ്ററിയോടൊപ്പം 4000 mAh ചാർജിങ് കേസോട് കൂടിയാണ് ഫോൺ വരുന്നത്. അങ്ങനെ നമുക്ക് 10000 mAh മെഗാ ബാറ്ററി സൗകര്യമാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഫോണിന്റെ ബാറ്ററി ലോ ആയാലും 4000 mAh ചാർജിങ് കേസ് ഉപയോഗിച്ച് കണ്ടിന്യൂ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. മികച്ച ഒരു ആശയം തന്നെയാണ് ഇതിലൂടെ ഐറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത്. മികച്ച ബാറ്ററി കൊടുത്തതോടൊപ്പം തന്നെ ഐറ്റലില് പവർ 70ക്ക് 4 വർഷത്തെ ബാറ്ററി ഹെൽത്ത് ഗ്യാരണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. 1600+ ചാർജിങ് സൈക്കിള് 80% കപ്പാസിറ്റി 4 വർഷത്തിന് ശേഷവും കിട്ടുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനർത്ഥം 4 വർഷം ബാറ്ററി സംബന്ധമായ പ്രശ്നങ്ങളില്ലാതെ ഈ ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. 10000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ റിവേഴ്സ് ചാർജിങ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. മറ്റ് ഉപകരണങ്ങൾ നമുക്ക് ഈ ഫോണിന്റെ ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററിയുടെ സംരക്ഷണത്തിന് വേണ്ടി AI ചാർജിങ് മോഡ് കൊടുത്തിട്ടുണ്ട്. പല വിധത്തിലുള്ള സ്പീഡ് ചാർജിങ്ങും സ്ലോ ചാർജിങ് ഒക്കെയായി പല മോഡുകളിൽ നമുക്കിത് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ കഴിയും. അതോടൊപ്പം 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റിയും ഈ ഫോണിന് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഒരു ബാറ്ററി സെറ്റപ്പാണ് ഈ ഫോണിന് വരുന്നത്.
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും മികച്ച ഒരു ഫോൺ തന്നെയാണ് ഐറ്റൽ ഇറക്കിയിരിക്കുന്ന പവർ 70. 10000 mAh ബാറ്ററിയോടുകൂടി 256 GB മെമ്മറിയും 16 GB റാമും IP54 ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റന്റ് ഡ്രോപ്പ് റെസിസ്റ്റന്റോടുകൂടി ഹീലിയോ G15 അൾട്ടിമേറ്റ് സ്പീഡായ ചിപ്സെറ്റോടുകൂടി നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന മികച്ച ഒരു ഫോൺ തന്നെയാണ് ഐറ്റൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഇത് എപ്പോൾ ലോഞ്ച് ചെയ്യുമെന്ന് അറിവായിട്ടില്ല. എന്നാൽ ഗ്ലോബലി ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും മികച്ച ഒരു ഫോണിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ ബൈ.